ബർത്ത്ഡേ ആയിട്ട് പൊറോട്ട എടുത്ത് കൊടുക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറിയതേ ഉള്ളൂ. പൊറോട്ടയും കടലക്കറിയും പായസവും റെഡിയാക്കി. ഇത് മൂന്നും ഇന്നലെ പറഞ്ഞു വേണമെന്ന്. അപ്പോൾ നമ്മൾ കുളിച്ച് ഡ്രസ്സ് കൈ കഴുകിയിട്ട് പൊറോട്ടയും കടലക്കറിയും പായസം കഴിക്കാനുള്ള പൂതി എവിടെ നിന്ന് വന്നെന്നറിയോ? ഇന്നലെ ദിവസം പെരുന്നാളായിരുന്നു. അങ്ങനെ ഇച്ച ഓഫീസിൽ ചെന്നപ്പം ഇച്ചാക്ക് കിട്ടിയ ട്രീറ്റാണ് കേട്ടോ. ഇങ്ങനെ വോയിസ് ഇട്ടു, പൊറോട്ടയും കടലക്കറിയും പായസവും കഴിച്ചു, ഇനി വീട്ടിൽ വരുമ്പോൾ ഒന്നും വേണ്ടെന്ന്. അപ്പോൾ ഇത് ഇവർ കേട്ടു. അപ്പം തന്നെ പറഞ്ഞു അവർക്കും പൊറോട്ടയും കടലക്കറിയും പായസം വേണമെന്ന്. അപ്പോൾ മാർച്ച് 31 ഇവാനിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു എന്നാൽ നാളെ, അതായത് 30-ാം തീയതിയാണ് ഈ ഇച്ചായി വോയിസ് അയക്കുന്നവർ കേട്ടത്. അപ്പോൾ 31-ാം തീയതി രാവിലെ നമുക്കിത് തന്നെ ആക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കടലക്കറി ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി, പൊറോട്ട പുറത്തുനിന്ന് വാങ്ങി കേട്ടോ. അതാ സംഭവം. ഇവാനിക്കൊന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ. ഇവാനിയുടെ ബർത്ത്ഡേ ആണെങ്കിലും സ്പെഷ്യലായിട്ട് ഇവാനിക്ക് ഒന്നും ചെയ്യാൻ ഇഷാനി സമ്മതിക്കത്തില്ല കേട്ടോ. ഒരു ഹാപ്പി ബർത്ത്ഡേ പോലും പറയാൻ സമ്മതിക്കത്തില്ല. അന്നേരം അവക്കും ഹാപ്പി ബർത്ത്ഡേ പറയണം. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും അവരെ കൂട്ടിരുന്ന പൊറോട്ടയും കടലക്കറിയും കട്ടനും ഒക്കെ കുടിച്ചു. ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് അങ്ങനെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ഫുഡും എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ടൈം തികയാത്ത ഒരു ധൃതി വെച്ചുള്ളൊരു ബർത്ത്ഡേ ആഘോഷമായിപ്പോയി. വേറൊന്നുമല്ല, ഇച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. അപ്പം ഇച്ച ഇറങ്ങുന്നതിന് മുമ്പ് ഫുഡെല്ലാം റെഡിയാകുകയും വേണം, കേക്ക് കട്ടിങ് എല്ലാം കഴിയുകയും വേണം. കാര്യം പോയി കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ചിലപ്പോൾ 11:30 ആവും. അപ്പോഴത്തേക്ക് അടുത്ത ദിവസമാവും. അത് കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ടിങ് ഒന്നും നടക്കത്തുമില്ലല്ലോ. ഇച്ച ആണെങ്കിൽ കേക്ക് വാങ്ങിക്കാൻ പോയേക്കാണ് കേട്ടോ. ആ ടൈമിലാണ് ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പുതിയ ഡ്രസ്സ് മേടിച്ചത് 2 പേർക്കൂടെ ഒരു കണക്കുള്ളതാണ് കേട്ടോ വാങ്ങിക്കുക. എപ്പോഴും അങ്ങനെയാണ്. അപ്പം മിക്കപ്പോഴും അങ്ങനെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തത് ബെഡിലോട്ട് കൊണ്ടിട്ടിട്ട് ഇവിടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബർത്ത്ഡേ ഇവാനിയുടെ ആണെങ്കിലും ഇഷാനിയാണ് തുള്ളി നടക്കുന്നത്. ആ ക്യാപ്പും ഒക്കെ എടുത്ത് വെച്ച് സമയക്കുറവ് മൂലം ശരിക്കും പറഞ്ഞാൽ വീർപ്പിക്കാൻ എടുത്ത് വെച്ചാൽ ബാക്കി ബലൂണൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് വെച്ച് കേട്ടോ, ഉള്ളതൊക്കെ മതിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇച്ച വന്നു കേട്ടോ. പിന്നെ ഇച്ച ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങൾ ബാക്കി ഡെക്കറേഷൻസിലേക്ക് കടക്കുകയാണ്. വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് കേക്ക് കുറയ്ക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് വീർപ്പിച്ച കുറച്ച് ബലൂണൊക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്യുന്നു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതും ക്യാപ്പും ഒക്കെ നമ്മൾ ഓരോ ബർത്ത്ഡേക്കും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റാക്കി. ഞാൻ പറഞ്ഞില്ലേ, ആകെ ഒരു വെപ്രാളപ്പെട്ടാണ് എല്ലാം ചെയ്തത് ഈ ഡ്യൂട്ടിയുടെ കാര്യം കൊണ്ടിട്ട്. തഞ്ചത്തിൻ്റെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് പിന്നെ എന്തോ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ത്രെഡിനകത്ത്, നമ്മുടെ നൂലിനകത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിനകത്ത് കുറച്ച് ഹോൾസ് ഉണ്ടായിരുന്നു താഴോട്ട്. അപ്പോൾ അതിലിങ്ങനെ കെട്ടി തൂക്കിയിടുക ചെയ്ത്. ബലൂൺസും ഒക്കെ നമുക്കിവിടെ പിള്ളേർക്ക് കളിക്കാൻ വാങ്ങുന്നത് തന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എടുത്ത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ശരിക്കും പറഞ്ഞാൽ 1 മണി 1:15 സമയമൊക്കെ ആയി കേട്ടോ. 1:30 1:45 ഇച്ചാക്കി ഇവിടെ നിന്ന് ഇറങ്ങണം. അതിനുള്ളിലുള്ളൊരു വെപ്രാളപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നത്. പിന്നെ പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി പിള്ളേരെയൊക്കെ ഒന്ന് റെഡിയാക്കി ഞങ്ങൾ കേക്കൊക്കെ ഇത് എടുത്ത് വെച്ചു കട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, happy birthday to you, happy birthday, happy birthday, happy birthday to you, may God bless you, may God bless you. Na pada ayo chod happy birthday amu ga andichu amma ayo unni kudu ആ കത്തി കൊള്ളാൻ തുടങ്ങിയില്ല. നാക്കും പറയും അല്ലേ ശാനി കൂട്ടനെ വെച്ച് കൊടുക്കും. ഇനി ആൻറ്റി വെച്ച് കൊടുക്ക് വാനിയമ്മക്ക്. കേക്ക് കട്ടിങ് കഴിഞ്ഞ ഉടനെ ഇച്ച ഫുഡൊക്കെ ആയിട്ട് ഓഫീസിലോട്ട് പോയേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ചോറ് കഴിക്കാണ്ട് ഇവിടെ 2 പേര് ഐസ്ക്രീമൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഞങ്ങളും അവരെ കൂടെ കൂടി കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീമാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കാണിച്ചു തരാവേ, കഴിച്ചില്ലെങ്കിലും അത് കാണിക്കാം. ചീനി, ചോറ്, പായസം, മട്ടൻ കറി, പരിപ്പ് കറി, പപ്പടം. രാവിലത്തെ പൊറോട്ടയിൽ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ് കേട്ടോ. പൊറോട്ട കഴിച്ചപ്പോൾ തന്നെ മത്തടിച്ചു. പിന്നെയാണെങ്കിൽ ഉച്ചയ്ക്ക് കേക്കും ഐസ്ക്രീമും. പിന്നെ എങ്ങനെയാണ് നമ്മൾ
അല്ലാണ്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. അതുകൊണ്ട് ഞങ്ങൾ 5:30-6 മണിയെങ്ങാണ്ട് കഴിഞ്ഞ് ബർത്ത്ഡേക്കാരി സഹിതം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് എടുത്തതാണ് കേട്ടോ. ഇത് കാണുന്നത് ഇപ്പോൾ ഷിജിയാണ്. ഇവാനിയമ്മയുടെ തലോട്ടമ്മ വിളിച്ച് സംസാരിച്ച കേട്ടോ. അല്ലാണ്ട് വീഡിയോ കോളിലൊക്കെ നമ്മൾ വീട്ടുകാരോട്ടൊക്കെ സംസാരിച്ചായിരുന്നു. എന്നാലും സത്യം പറഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യമോ ഒന്നും ഓർത്തില്ല. ധൃതിപ്പെട്ടുള്ള ജോലിക്കിടയിലാണ് ഈ വിളിച്ചതേ. അപ്പോൾ അതൊന്നും ഓർത്തതുമില്ല. അപ്പോൾ എന്തായാലും തലോട്ടമ്മ വിളിച്ചപ്പോൾ ഓർത്തപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ അതങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാന്ന്. ഈ ബർത്ത്ഡേ ആയിട്ട് ഇച്ച ഡ്യൂട്ടിയിലാണ്ട് ഞങ്ങൾക്ക് പുറത്തോക്കും കാര്യങ്ങളും ഒന്നും നടന്നില്ല. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.